സ്പീഡ് നമ്മളെപ്പോഴും എപ്പോഴും സംസാരിക്കുന്ന ഒരു വാക്കാണല്ലേ സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസിന് ദൂരം എന്ന് പറയും, ഇത്ര ദൂരം എന്നൊക്കെ പറയുന്ന കൂടുതൽ നമ്മളെപ്പോഴും സ്പീഡ് പോകും, ഇത്ര സ്പീഡിൽ പോകും, അത്ര സ്പീഡിൽ പോകും എന്നൊക്കെ നമ്മളെപ്പോഴും പറയും. ശരിക്കും എന്താണ് ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഓട്ട മത്സരമൊക്കെ വയ്ക്കുമ്പോൾ എന്താ ചെയ്യുക? ഒരു 100 മീറ്റർ ഒരാൾക്ക് ഓടാനുണ്ടാവും, കുറച്ച് ദൂരം ഓടാനുണ്ടാവും. നമ്മളൊരു ടൈമൊക്കെ ഇങ്ങനെ വെക്കും. ഏറ്റവും ആദ്യമേ എത്തുന്ന ആളാണ് ജയിച്ചതെന്ന് പറയും അല്ലേ? ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എത്തുന്ന ആളാണ് ജയിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ഓടാൻ പറ്റുന്ന ആളാണോ അവിടെയാണ് നമ്മൾ അയാളുടെ ഏറ്റവും എഫിഷ്യൻസി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എത്രയും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന ആൾക്ക് സ്പീഡ് കൂടുതലാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. അപ്പോൾ സ്പീഡും ടെക്നിക്കലി അത് തന്നെയാണ്. 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിൻ്റെ അളവാണ് ശരിക്കും സ്പീഡ് എന്ന് പറയുന്നത്. 1 സെക്കൻഡ് എന്നോ ഒരു മിനിറ്റ് കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ എത്ര സഞ്ചരിച്ചു. ഇപ്പം നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പറയും 1 മണിക്കൂറിൽ ട്രെയിനിൻ്റെ സ്പീഡ് 60 കിലോമീറ്റർ ആണെന്ന് പറയും അല്ലേ? പുതിയ ട്രെയിൻ ഉണ്ട്, വന്ദേ ഭാരത് എന്ന് പറയും. വന്ദേ ഭാരതിൻ്റെ സ്പീഡ് 110 കിലോമീറ്റർ ആണെന്ന് പറയും. അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ എടുത്ത ബുള്ളറ്റ് ട്രെയിന് 300 കിലോമീറ്റർ വരെ 1 മണിക്കൂറിൽ പോകാൻ പറ്റും എന്നർത്ഥം. അപ്പം 1 യൂണിറ്റ് ടൈമിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന അളവിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം എന്നാണ്. സ്പീഡിനെ ഞാൻ എസ് എന്നോ വി എന്നോ വിളിക്കാം. സ്പീഡിനെ നമുക്ക് വി എന്ന് വിളിച്ചാൽ ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ സമയമാണ്. ഇതാണ് സ്പീഡിൻ്റെ ഫോർമുല, ഓർമ്മയിൽ നിൽക്കണം. ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. നമുക്ക് SI യൂണിറ്റ് ആദ്യമേ പഠിക്കാം, അതാണ് നമ്മൾ ഏറ്റവും ആദ്യമേ പഠിക്കേണ്ടത്. അതിനുശേഷം പോപ്പുലർ ആയിട്ടുള്ള യൂണിറ്റും കൂടെ പഠിക്കാം. അപ്പോൾ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇക്വേഷനിൽ നോക്കിയാൽ മതി. സ്പീഡിൻ്റെ SI യൂണിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ ആണ് അല്ലേ? അപ്പം എനിക്ക് മീറ്റർ എന്ന് കൊടുക്കാം. സമയത്തിൻ്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ്സ് ആണ് എന്ന് നമുക്കറിയാം. അപ്പം മീറ്റർ പെർ സെക്കൻഡ്സ് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇതാണ് സ്പീഡ് എഴുതുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട യൂണിറ്റ്. ഇപ്പൊ ദൂരം എഴുതുമ്പോൾ നമ്മൾ പറയും 50 മീറ്റർ ദൂരം എന്ന് പറയും, അല്ലെങ്കിൽ 500 മീറ്റർ ദൂരം എന്നൊക്കെ പറയുന്ന പോലെ സ്പീഡ് എഴുതുന്ന സമയത്ത് 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വേണം എഴുതാൻ, 500 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വേണം എഴുതാൻ. അപ്പൊ ഈ ഇക്വേഷൻ മറക്കണ്ട. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇത്ര സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു, 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു, 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പീഡിന്റെ യൂണിറ്റ് ആണ് കിലോമീറ്റർ പെർ അവർ അല്ലേ? നേരത്തെ പറഞ്ഞു വണ്ടി ഇത്ര കിലോമീറ്റർ പെർ അവറിലാണ് പോകുന്നത്, 60 കിലോമീറ്റർ പെർ അവറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, കാർ ഇത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സ്പീഡിന് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് കിലോമീറ്റർ പെർ അവർ. പക്ഷെ നമ്മൾ കണക്ക് ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഈ കിലോമീറ്റർ പെർ അവറിലല്ല നമ്മൾ കണക്കുകൾ ചെയ്യേണ്ടത്. എപ്പോഴും നമുക്ക് കണക്ക് വേണ്ടി വരിക എന്തിലായിരിക്കും? മീറ്റർ പെർ സെക്കൻഡിലാണ്. കാരണം അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചോദ്യത്തിൽ കിലോമീറ്റർ പെർ ഹവർ ആണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതെങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ 1 കിലോമീറ്റർ പെർ ഹവറിനെ നമുക്ക് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുക, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. നമ്മൾ പഠിച്ചതാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. ഇതും നമ്മൾ പഠിച്ചതാണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ് അല്ലേ? എത്ര സെക്കൻഡ് ആണ്? 3600 സെക്കൻഡ് ആണ്. അപ്പം 3600 സെക്കൻഡ് എന്ന് കൊടുക്കാം. 1 0 1 0 2 0 വെട്ടിക്കളഞ്ഞാൽ 10/36 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. ഇങ്ങനെ വായിക്കുന്ന പെർ എന്ന് വേണം ഇങ്ങനെ വായിക്കാൻ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 2 സംഖ്യേനെയും. കാരണം 2 കൊണ്ട് വെട്ടിപ്പോകും 2 പേരും. 10നെ 2 കൊണ്ട് വെട്ടിയാൽ 5 ആണ്. 36നെ 2 കൊണ്ട് വെട്ടിയാൽ 18 ആണ്. അപ്പൊ എനിക്ക് എഴുതാം 18 5/18 എന്നുണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ എന്തിലേക്ക് മാറ്റാം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. ഉദാഹരണത്തിന് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു ഒബ്ജക്റ്റ് 18 കിലോമീറ്റർ പെർ ഹവറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് നമ്മളോട് ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യും? 18 കിലോമീറ്ററിന് പകരം കിലോമീറ്റർ പെർ അവറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 5/18 മീറ്റർ പെർ സെക്കൻഡ്. എവിടെ നിങ്ങൾ കിലോമീറ്റർ പെർ അവർ കാണുന്നോ അതിന് പകരം 5/18 മീറ്റർ പെർ സെക്കൻഡ് കൊടുത്താൽ മതിയാവും.
അപ്പോൾ ഇവിടുന്ന് 18 വെട്ടിക്കളയാം, നമുക്ക് ഉത്തരം കിട്ടും 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് സ്പീഡിന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഒരു വസ്തു ഫാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആർക്കാണോ സ്പീഡ് കൂടുതൽ അയാളാണ് ഫാസ്റ്റർ എന്നർത്ഥം, മറക്കല്ല്. ബസ് എ ട്രാവൽഡ് 75 മീറ്റർ. അപ്പൊ എയുടെ കേസിൽ എ ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡി 75 എന്ന് കൊടുക്കാം, സമയം ടി നമുക്ക് കൊടുക്കാം 5 സെക്കൻഡ് എന്ന് കൊടുക്കാം. ഇനി ബസ് ബി ഉണ്ട്. ബസ് ബി ട്രാവൽ ചെയ്തത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 112 മീറ്റർ ആണ്, ടൈം എന്ന് പറയുന്നത് 7 സെക്കൻഡ് ആണ്. ഏത് ബസ്സാണ് ഫാസ്റ്റർ എന്നാണ് ചോദ്യം. അപ്പൊ ആരാണ് വേഗം എത്തുന്നത് അയാളാണ് ഫാസ്റ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, രണ്ടുപേരുടെ സ്പീഡ് കണ്ടുപിടിക്കും. അപ്പൊ ആദ്യത്തെ ആളുടെ സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സമയമാണ്. 75/15 ആണ്. ഇവിടെ എനിക്ക് കിട്ടുക 75/15 ചെയ്താൽ 5 ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. 15 × 5 75, 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. അപ്പം രണ്ടാമത്തെ ആളെ നോക്കാം. ഇവിടെ നമുക്ക് വി എടുക്കാം. വി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. 112/7 എന്ന് കിട്ടും. 7 × 16 ആണ് 112. അപ്പം ഇതിന്റെ സ്പീഡ് 16 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 7 സെക്കൻഡ് കൊണ്ട് 112 മീറ്റർ കവർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ആരാണോ വലുത് അയാൾക്കാണ് സ്പീഡ് കൂടുതൽ. അപ്പം നമുക്ക് പറയാം ഏത് ബസ്സാണ് ഫാസ്റ്റർ, ബി ആണ് ഫാസ്റ്റർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നും പറയാൻ സാധിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ കാറിലൊക്കെ കാണുന്ന നമ്മൾ വണ്ടി ഇങ്ങനെ സ്പീഡ് കൂട്ടുമ്പോൾ ഒരു പോയിന്റ് ഇങ്ങനെ വളഞ്ഞിങ്ങനെ കയറി വരത്തില്ലേ, ഇതാണ് വണ്ടിയുടെ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ വണ്ടിയിലൊക്കെ നോക്കിയാൽ മതി, അവിടെ ഇങ്ങനെ km/h എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്പീഡോമീറ്റർ ആണ് വണ്ടിയുടെ സ്പീഡ് നിർണ്ണയിക്കുന്നത് എന്ന കാര്യം മറക്കണ്ട. ഓക്കെ.